ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ രേവതി കൊണ്ടുവരുന്ന കാപ്പി കപ്പ് നിലത്തിട്ട് എറിഞ്ഞുടച്ച് ചന്ദ്രമതി ദേഷ്യം തീർക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ്, എന്താ ചന്ദ്രൻ, നിനക്ക് പ്രാന്തായോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നിങ്ങൾ പറഞ്ഞതന്നെ എനിക്ക് പ്രാന്താണ്, എനിക്ക് ആകെ പ്രാന്ത് പിടിച്ചിരിക്കുക. ഇവിടുത്തെ രണ്ട് പേരുടെ ജീവിതമാണ് പ്രശ്നമായിരിക്കുന്നത്. ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഒരാളുടെ അച്ഛൻ ജയിലായി, ഒക്കെ ഇവള് കാരണം. ഒരു ഗതിയും പരഗതിയില്ലാത്ത ഇവള് മാത്രം സന്തോഷമായിട്ട് വിലസി നടക്കുക ഇവിടെ എന്നൊക്കെ പറഞ്ഞ് രേവതീനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് രേവതി പറയണം, അമ്മ എന്തറിഞ്ഞിട്ട് എന്നെ കുറ്റപ്പെടുത്തണം? അമ്മ പറഞ്ഞല്ലോ വർഷ വീട് വിട്ട് പോയാൽ അമ്മയ്ക്ക് സങ്കടം എന്നിട്ട് അമ്മ വർഷയെ വിളിച്ച് സംസാരിച്ചു. അമ്മ വർഷ തിരിച്ചു വരാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ വർഷയെ പോയി കണ്ട് സംസാരിച്ച് സത്യാവസ്ഥ മുഴുവൻ അവളെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് എന്നൊക്കെ പറയാണ് രേവതി. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, മനസ്സിലാക്ക് ചന്ദ്രേ, നീ എന്തൊക്കെ പറഞ്ഞിട്ട് രേവതിയെ കുറ്റപ്പെടുന്നു? പക്ഷേ രേവതി കുടുംബത്തിൻ്റെ സന്തോഷ സമാധാനം ആഗ്രഹിക്കുന്നവളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ രേവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം. ഇതിൻ്റെ ഇടയിൽ കൂടെ ശ്രുതി ബഹളം മുഴുവൻ കേട്ട് വന്നിട്ട് ശ്രുതിയും കൂടിയിട്ട് സച്ചിയെ കുറ്റപ്പെടുത്തണം. നിനക്ക് തല്ലാൻ മാത്രമല്ല അറിയുള്ളൂ, നിനക്ക് റൗഡീസല്ല അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ സച്ചി പറയണു, നീ വല്ലാണ്ട് സംസാരിക്കേണ്ട, കള്ളത്തരം ആർക്കാന്നുള്ളതൊക്കെ നന്നായിട്ട് അറിയാം. നിങ്ങൾ രണ്ടുപേരും പഠിച്ച കള്ളനും കള്ളിയെന്ന് എനിക്കറിയാം. പാർലറെട്ടെത്തി നിങ്ങൾക്ക് ഒറിജിനൽ മുഖം മാറ്റി മേക്കപ്പ് ചെയ്ത മുഖം ഉണ്ടാക്കലല്ലേ പണി. നിങ്ങളുടെ തനി സ്വഭാവമാണ്. അതേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, പഠിച്ച കള്ളനും കള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവരെന്നെ ദേഷ്യപ്പെടുന്നു. അപ്പോൾ ശ്രുതി പറയണത്, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് വർഷ വീട് വിട്ട് പോയത്. അപ്പോൾ വർഷ വീട് വിട്ട് പോയത് നന്നായി എന്ന് എനിക്ക് തോന്നണത് എന്ന് പറയാണ് ശ്രുതി. അവരവിടെ നിന്ന് പോകണു. അപ്പോൾ ചന്ദ്രമതി പറയണു, ഇപ്പോൾ കേട്ടില്ലേ, ഇനി ഇവരും കൂടി ഇവിടെ നിന്ന് പോകേണ്ട ആവശ്യമുള്ളൂ, ബാക്കി വർഷ ശ്രീകാന്തും പോയില്ലോ, നീ കാരണം ഇവരും കൂടി ഇനി ഇവിടെ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമുള്ളൂ എന്നൊക്കെ പറയണം. അപ്പോൾ സച്ചി പറയണം, മതി, രേവതിയെ കുറ്റപ്പെടുത്തി ആരും സംസാരിച്ചാൽ എനിക്ക് സഹിക്കില്ല എന്നൊക്കെ പറയണം. സച്ചി, എന്താടാ നീ രേവതിയെ കുറ്റപ്പെടുത്തി സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വർഷയുടെ അച്ഛനും തല്ലിയ പോലെ എന്നെയും തല്ലോ, എന്നാൽ തല്ലടാ, നീ തല്ല് പറയുന്നത്. രവിയേട്ടൻ നിങ്ങളുടെ മകനോട് എന്നെ തല്ലാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ആകെ ദേഷ്യം പിടിച്ചിട്ടിരിക്കണം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ രേവതി റൂമിൽ ഡ്രസ്സ് മടക്കി വയ്ക്കുന്ന സമയത്ത് സച്ചി വന്നിട്ട്, നീ സമാധാനപരമായിട്ടുള്ള ജീവിതം ആഗ്രഹിക്കണില്ല, നീ സമാധാനത്തിന് നോബൽ സമ്മാനം മേടിച്ച ആളാണോ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ രേവതി ചോദിച്ചു, എന്താ സച്ചിയേട്ടൻ അങ്ങനെ ചോദിച്ചപ്പോൾ പറയണു, നീ വർഷയെ പോയി കണ്ടല്ലോ. സച്ചിയേട്ടൻ ശ്രീകാന്തിനെ പോയി കണ്ടല്ലോ, അത് എന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പം ഞാൻ വർഷയെ പോയി കണ്ടതും പറഞ്ഞില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അച്ഛൻ്റെ അമ്മയുടെയും ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ ശരിയല്ലേ, നമുക്കൊരു പുത്രനുണ്ടാകുമ്പോൾ നമുക്കൊരു പുത്രനോ, അതെപ്പോഴുണ്ടായി, നീ എന്നോട് പറഞ്ഞില്ലല്ലോ രേവതി, അതെപ്പോൾ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കണം സച്ചി. ഉണ്ടായാലത്തെ കാര്യം സച്ചിയേട്ടൻ ഞാൻ പറയുന്നത്, ഉണ്ടാവുമല്ലോ, ഉണ്ടാവുമ്പോൾ നമ്മളെ വിട്ടിട്ട് അവൻ നിൽക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവില്ലേ, അത് തന്നെയാണ് അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി സംസാരിക്കണു. അത് കഴിഞ്ഞ് മടക്കി വെച്ച സാരികളൊക്കെ സച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇതൊക്കെ അലമറയ്ക്ക് കയറ്റിയേക്ക് കുറച്ച് പണിയുണ്ട് പറഞ്ഞിട്ട് പോകണു. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ബ്യൂട്ടി പാർലറിൽ നവീൻ വരികയാണ്. ആരെ കാണാൻ? ശ്രുതിയെ കാണാൻ വേണ്ടി നവീൻ വരുന്ന സമയത്ത് ശ്രുതിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ ശ്രുതിയോട് പറയണു, എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, എനിക്ക് 1,00,000 രൂപ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സമയത്ത്, ഞാൻ എന്താ ഇവിടെ നിന്ന് കുലുക്കുകയാണോ അങ്ങനെ എന്നൊക്കെ പറയണു. എനിക്കൊരു കൂട്ടൊക്കെ വേണ്ട, ഞാനൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, അപ്പോൾ എനിക്ക് അതിന് കുറച്ച് പൈസ വേണം, അതുകൊണ്ട് നീ എനിക്ക് കുറച്ച് പൈസ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് നവീൻ ബ്ലാക്ക് മെയിൽ ചെയ്യണു ശ്രുതിനെ. ആ സമയത്താണ് നമ്മുടെ ശ്രുതിയുടെ ഭർത്താവ് സുധി അവിടെ വരുന്നത്. സുധി അവിടെ വന്നിട്ട് റിസപ്ഷനിസ്റ്റിനോട് പറയണം, ശ്രുതിനൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറയണം. അപ്പോൾ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു, മാഡം ഇപ്പോൾ തിരക്കിലാണ്, ഇപ്പോൾ പോകാൻ പറ്റില്ല. വേണ്ട, അത് എന്തുകൊണ്ട് പോകാൻ പറ്റില്ല, എൻ്റെ ഭാര്യയെ കാണാൻ എനിക്കെന്താ പോകാൻ പറ്റായിക എന്നൊക്കെ ചോദിച്ചിട്ട് സുധി അവിടെ ഷൗട്ട് ചെയ്യണു. റിസപ്ഷനിസ്റ്റിനോട് ഷൗട്ട് ചെയ്യണ സമയത്ത് അകത്ത് നവീനും മീരയും ശ്രുതിയും കൂടിയിട്ടുള്ള തല്ലൂട്ടം നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ശ്രുതി വന്നിട്ട് ഷൗട്ട് ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയണം, അയ്യോ അത് ശ്രുതിയുടെ ശബ്ദം കേൾക്കുന്ന ശ്രുതിയാണ് വന്നേക്കണമെന്ന് ചോദിക്കണം. അങ്ങനെ ഭയങ്കര ത്രില്ലിങ് ക്ലൈമാക്സിലാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ കഥ കേട്ടിട്ട് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു കൂട്ടുകാരെ. ഇനി ബാക്കി കഥ ഞാൻ നാളെ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.